السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. കാരുണ്യവാനായ റബ്ബ് നമ്മയെല്ലാം അവന്റെ നല്ല അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, വളരെ പ്രധാനപ്പെട്ട പരിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യത്തോടെ വിശുദ്ധ സൂറത്ത് തൗബയിൽ പറഞ്ഞ 4 മാസങ്ങൾ, അതിൽപ്പെട്ട ഒരു മാസം അവസാനിച്ച് ഒരു പുതിയ ഒരു മാസത്തിലേക്ക് എന്നല്ല, ഇസ്ലാമിക ചരിത്രത്തിൽ ഒട്ടനവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച അതിവിശുദ്ധമായ, ഇന്ന് ഖുത്ബയിലുടനീളം നിങ്ങൾ കേട്ട വിശുദ്ധമായ ദുൽഹിജ്ജ നാളെയുടെ ഇന്നത്തോടുകൂടെ മഗ്രിബോടുകൂടെ നമ്മിലേക്ക് പ്രവേശിക്കുക. പല സ്ഥലങ്ങളിലും മാസം കണ്ട അടിസ്ഥാനത്തിൽ ഇന്ന് ദുൽഹിജ്ജ 1 അറബി രാജ്യങ്ങളിലൊക്കെ. ഏതായാലും ഇസ്ലാമിക ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നടക്കുന്ന ഒരു മാസമാണ് ദുൽഹിജ്ജ. ഏറ്റവും പ്രധാനപ്പെട്ട 10 ദിവസങ്ങൾ വളരെ പ്രധാനമാണ്. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ഖുത്ബയിൽ നിങ്ങൾ കേട്ടു. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്സാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഭൂമി ലോകത്ത് മനുഷ്യൻ ചെയ്യുന്ന സുഹൃത്തുക്കളിൽ വെച്ച് സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ഈ 10 ദിവസത്തെക്കാൾ മറ്റൊരു ദിവസം അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങളില്ല. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, മഹാന്മാർ വ്യാഖ്യാനിക്കുന്നത് കാണാം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മാമിൻ അയ്യാം എന്നതാണ്. അഥവാ ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ എല്ലാ ദിവസങ്ങളെക്കാളും മുമ്പിലാണ് ഈ 10 ദിവസങ്ങൾ എന്നർത്ഥം. ഒറ്റ ദിവസവും വിശുദ്ധമായ ദുൽഹിജ്ജയുടെ 10 ദിവസം മറ്റു ദിവസങ്ങൾ ഇതിലേക്ക് സമാനമാവുകയില്ല എന്നർത്ഥം. രണ്ടാമതായി പറഞ്ഞത്, ഈ 10 ദിവസങ്ങളിലെ അമലുകൾ അതീവ ശ്രേഷ്ഠമാണ്. അതിനേക്കാൾ ഉയർന്ന ഒരു കാര്യം മറ്റൊന്നില്ല എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, ഈ 10 ദിവസത്തിലേക്ക് ഇത്രത്തോളം മഹത്വവൽക്കരിക്കപ്പെടാൻ കാരണം, പഠിക്കുമ്പോൾ ഇസ്ലാമിന്റെ ദീനിന്റെ അടിസ്ഥാന അമലുകളെല്ലാം ഈ ദിവസത്തിൽ ഒത്തുചേരുന്നു എന്നതുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, കാരണം ഈ 10 ദിവസത്തിൽ ഇസ്ലാമിന്റെ എല്ലാ കർമ്മങ്ങൾ, ഷഹാദത്തുണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, അതുപോലെ തന്നെ ഹജ്ജ്, എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങിയ ദിവസങ്ങളാണ് ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിവസങ്ങൾ. വളരെ പ്രധാനമാണ്. ഇവിടെ നിസ്കാരത്തെ കുറിച്ച് പറയുന്നത് പല വ്യാഖ്യാനങ്ങളിൽ. ഒന്ന്, അതിൽ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞ് ബലിപെരുന്നാൾ നിസ്കാരമാണ്, നോമ്പ് അറഫയുടെ നോമ്പാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഒത്തിണങ്ങിയ അതിവിശിഷ്ടമായ 10 ദിവസമാണ് ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസം എന്ന് മഹാന്മാർ പറയുന്നു. അതുകൊണ്ട് ദുൽഹിജ്ജയുടെ ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച, ഒരുപാട് ധിക്കാരികൾക്ക് പതനം വഹിച്ച വിശുദ്ധ ഖുത്ബയുടെ അവസാനം നിങ്ങൾ കേട്ടല്ലോ, സൂറത്തുൽ ഫജ്റിൽ അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയുന്ന വളരെ ബൃഹത്തായ കാര്യങ്ങളുണ്ട്. ദുൽഹിജ്ജ മാസത്തിൽ ഈ 10 ദിവസങ്ങൾ ഒരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. അഥവാ ദീനിനെ വെല്ലുവിളിക്കുകയും വിശ്വാസികളെ പീഡിപ്പിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് അത്തരത്തിലുള്ള കൊടും കുറ്റവാളികളെ അള്ളാഹു കണിശമായി കൈകാര്യം ചെയ്യും എന്ന വലിയ സന്ദേശം വിശുദ്ധമായ ഈ 10 ദിവസത്തിലുണ്ട്. കാരണം ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനായ, താനാണ് റബ്ബെന്ന് വിശ്വസിച്ച, ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളെ പിഴപ്പിച്ച ഫിർഔനിക്ക് അല്ലാഹു പാഠം പഠിപ്പിച്ചത് വിശുദ്ധ ദുൽഹിജ്ജയിലാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ഉൾക്കൊണ്ടത്, എത്ര തന്നെ ധിക്കാരിയാണെങ്കിലും, ഇസ്ലാമിനെതിരെ എത്ര തന്നെ ശത്രുക്കൾ ഉന്നയിച്ചാലും ഒരു നാൾ തീർച്ചയായും ചരിത്രം ആവർത്തിക്കാനുള്ളതാണ്. ഇക്കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന്റെ ആ ഫലം നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ, എത്ര വലിയ അഹങ്കാരിയും ഒരു നാൾ കുപ്പുകുത്തും. തെരഞ്ഞെടുപ്പ് ഫലം അതിനാണ് നമ്മെ സാക്ഷ്യം വഹിച്ചത്. ഭരണഘടന തിരുത്താൻ നടന്നവരെ ജനം തിരുത്തിരിക്കുകയാണ്. ബാബരി മസ്ജിദ് തകർത്ത ക്ഷേത്രം പണിത സ്ഥലത്ത് പോലും തോറ്റ ചരിത്രമാണ് ഉണ്ടായത്. അവിടെ ഹിന്ദുക്കൾ കാര്യം തിരിച്ചറിഞ്ഞു. അതുപോലെ തന്നെ ഹരിയാനയിൽ
വിദേശ പ്രസംഗം നടത്തി ആ സ്ഥലത്ത്. അങ്ങനെ ഓരോ ചരിത്രം ആവർത്തിക്കപ്പെടും. എത്ര തന്നെ ഇസ്ലാമിനെതിരെ എത്ര തന്നെ അഹങ്കാരികളായെങ്കിലും ഒരു നാൾ അവരൊക്കെ മുട്ടുമടക്കേണ്ടി വരുമെന്നാണ് ചരിത്രത്തിന്റെ ഇന്നലകളിൽ വിശുദ്ധ ഖുർആന്റെ ഓരോ പാഠവും നമുക്ക് നൽകുന്നത്. ഇവിടെ നമ്മൾ ഉൾക്കൊള്ളുന്നത്, നമ്മൾ പതറേണ്ടതില്ല. നമുക്ക് അല്ലാഹ് എന്ന ചിന്തയോടെ, പതറാത്ത ചിതറാത്ത ഈമാനോടെ, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രണ്ട് ചരിത്ര പുരുഷന്മാരാണ് ദുൽഹിജ്ജ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്രോദിന്റെ തീക്കുണ്ടാരത്തിൽ വലിച്ചെറിയുമ്പോൾ ഈമാനിക ശക്തി കൊണ്ട് ഹസ്ബി അല്ലാഹ്, അല്ലാഹ് മതി എന്ന അചഞ്ചലമായ വിശ്വാസത്തോടെ തീക്കടൽ ഒന്നുമേൽക്കാതെ തിരിച്ചു വന്ന മഹാനായ ഖലീലുല്ലാഹി ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അത്രത്തോളം അങ്ങനെ ഓരോ ചരിത്ര മഹാനായ ഖലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാമിനെതിരെ ഒരുപാട് ശിക്ഷ ആണികൾ അടിച്ചുകൊണ്ട് തന്റെ സമൂഹത്തെ ശിക്ഷിച്ച ആളാണ് ഫിർഔൻ. ആ ഫിർഔനിക്ക് അല്ലാഹു വലിയ ശിക്ഷ കൊടുത്തു. ഇന്നും ലോക ചരിത്രത്തിൽ പാഠമായി നിലനിൽക്കുന്ന ഒന്നാണ് ഫിർഔന്റെ അധംപതനം. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹ് എന്ന ചിന്തയോടെ നമ്മൾ അല്പം ബുദ്ധിമുട്ടിയാൽ, അല്പം ദുഃഖിക്കേണ്ടി വന്നാലും ക്ഷമ കൈകൊണ്ടാൽ അല്ലാഹുവിൽ നിന്നുള്ള ആചഞ്ചലമായ നിങ്ങൾ ഉന്നതന്മാരാണ്, നിങ്ങളെ പ്രതിസന്ധിയും പ്രയാസങ്ങളും താൽക്കാലികമായി ഏറ്റാലും നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അല്ലാഹുവിൽ നിന്നുള്ള സഹായം നിങ്ങൾക്കുണ്ടാകുമെന്ന് അതാണ് ദുൽഹിജ്ജയുടെ ഓരോ ചരിത്ര സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ സാധാരണ അപേക്ഷിച്ച് ധാരാളം നന്മകൾ ചെയ്യുക. പ്രത്യേകിച്ച് ദുൽഹിജ്ജ 1 മുതൽ ബലി അറുക്കപ്പെടുന്ന മൃഗങ്ങളെ കാണുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയൽ സുന്നത്താണ്. അങ്ങനെ ധാരാളം തസ്ബീഹുകൾ, തഹ്ലീലുകൾ ഹദീസിൽ കാണാം. ഈ 10 ദിവസങ്ങളിൽ നിങ്ങൾ തഹ്ലീലും തക്ബീറും അതുപോലെ തന്നെ ഖുർആനോത്തുകളും സ്വദഖയും വർദ്ധിപ്പിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഖുത്ബയുടെ അവസാനം നിങ്ങൾ കേട്ട ബലി പെരുന്നാൾ ദിവസത്തിൽ നാം ചെയ്യുന്ന ഏറ്റവും അല്ലാഹുവിലേക്ക് സമർപ്പിക്കുന്ന ബലിദാനം ഉളുഹിയത്ത് എന്നുള്ളത്. അത് വളരെ പ്രധാനമായി നമ്മൾ ഉൾക്കൊള്ളണം. ഇന്നത്തെ സാഹചര്യത്തിൽ അല്ലാഹു ഒരുപാട് സാമ്പത്തികമായ അഭിവൃദ്ധി നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിലേക്കുള്ള സമർപ്പണമാണ് ബലിദാനം എന്നുള്ളത്. അതിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കാനും ചെയ്തുപോയ ഇന്നലകളിൽ സംഭവിച്ചു പോയ പാപങ്ങൾ പൊറുക്കപ്പെടാനും കൂടുതൽ റബ്ബിലേക്കുള്ള ഒരു തഖർബാണ്, അല്ലാഹുവിലേക്കുള്ള ഒരു സമർപ്പണമാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ അമില ഇബ്നു ആദം യൗമൻ നഹർ, പെരുന്നാൾ ദിവസത്തിൽ മനുഷ്യർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടത് രക്തം ഒലിപ്പിക്കലാണ്, അഥവാ ബലിദാനം ചെയ്യലാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, നമ്മൾ നിഷ്കളങ്കമായ ഹൃദയത്തോടെ പടച്ച തമ്പുരാന്റെ തൃപ്തി മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് തഖ്വയാണ് ബലിദാനത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ഹജ്ജ് നിർവഹിച്ച് ഹജ്ജത്തുൽ വിദായിൽ പ്രൗഢമായ ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ അറിയുമോ ഈ ദിവസം ഏതാണ്, ഈ സമയം ഏതാണ്, ഈ സ്ഥലം ഏതാണ്? എന്നിട്ട് പറയുന്നുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് നിന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഇവിടെയാണ് നാം അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഏത് സൽക്കർമ്മങ്ങൾ ചെയ്താലും വിശുദ്ധമായ ബലിദാനം എന്ന് പറയുന്ന പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയ സമ്പത്ത് നമ്മൾ ഉപയോഗിച്ച് ഒരു മൃഗത്തെ അറുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെ ഒരു ഭാഗത്തിൽ നമ്മൾ ഭാഗമാകുമ്പോൾ, അവിടെ നമ്മൾ പ്രധാനമായി വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ അറുക്കുന്ന മാംസത്തിന്റെ എണ്ണമോ ബലിമൃഗത്തിന്റെ എണ്ണമോ ഇത്ര ചോരലിപ്പിച്ചോ എന്നതല്ല, അല്ലാഹുവിലേക്ക് വലാകിൻ യനാലുഹു തഖ്വ മിൻകും. നിങ്ങൾ മൃഗം ബലിയർക്കുമ്പോൾ മനസ്സിന്റെ അടിത്തട്ടിൽ സൂക്ഷിച്ച് ആരാരും കാണാത്ത ഹൃദയത്തിലുള്ള ഘടമായ വിശ്വാസമാണ്, തഖ്വയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ അറുത്ത മൃഗം നാളെ മഹ്ശറ വൻസഭയിൽ ഓരോന്നായിട്ടും പൂർണ്ണമായ രീതിയിൽ നിങ്ങൾക്ക് സാക്ഷി നിൽക്കും. അതുകൊണ്ടാണ് ദുൽഹിജ്ജ 1 മുതൽ നാം അറുക്കുന്നത് വരെ ശരീരത്തിലുള്ള നഖം അതുപോലെ തന്നെ മുടി ഒന്നും ഒഴിവാക്കാൻ പാടില്ല, സുന്നത്താണ് ഒഴിവാത്. അവ ദുൽഹിജ്ജ ഉളിയത്ത് അറുക്കാൻ ഉദ്ദേശിച്ചവർ വളരെ ശ്രദ്ധിക്കേണ്ടത്, താടി വെട്ടാൻ പാടില്ല, നഖം മുറിക്കാൻ പാടില്ല, ശരീരത്തിലെ കളയേണ്ട രോമങ്ങൾ വരെ
മൃഗം അറുക്കുന്നത് വരെ കളയരുത്. കാരണം ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങൾ അതിന് സാക്ഷിയാവാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അറുക്കുന്ന മൃഗത്തിന്റെ കൊമ്പുകളും രോമങ്ങളും അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി എന്നല്ല. വഇന്നദ്ദമ ലയഖഉ മിനല്ലാഹി അസ്സ വജല്ല ബിമകാനിൻ ഖബല അൻ യഖഅലൽ അർദ്. നമ്മൾ അറുക്കപ്പെടുന്ന മൃഗത്തിന്റെ രക്തം ഭൂമിയിലേക്ക് ഉറ്റുവീഴും മുമ്പ് അതിന്റെ പ്രതിഫലം അല്ലാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തുമെന്ന് ഫതീബു ബിഹാ നഫ്സ. അവസാനം പറഞ്ഞു, ഇത്രയും പ്രധാനമാണ്. നിങ്ങൾ ബലിദാനം ചെയ്യുന്ന മൃഗത്തിന്റെ നിങ്ങൾ കത്തിവെച്ച് അറുക്കാൻ ഒരുങ്ങുമ്പോ അതിന്റെ രക്തം താഴെ കുറ്റിവീഴും മുമ്പ് അതിന്റെ പ്രതിഫലം അല്ലാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തും. അത്രയും മഹത്വമാണ്, അത്രയും ഉത്കൃഷ്ടമാണ് ബലിദാനം എന്നുള്ളത്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി എല്ലാവരും ആ മഹത്തായ നന്മ ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ മഹല്ലിന്റെ കീഴിൽ ഒരു സംവിധാനം കൂടിയുണ്ട്. ഒന്നിച്ചറുക്കാൻ പറ്റാത്തവർക്ക് സംഘടിതമായി അറുക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ട് ഈ വർഷം നിശ്ചയിച്ച ആ തുക അടച്ചുകൊണ്ട് റസൂലുള്ളാഹി ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒളിയത്ത് അറുക്കാൻ കഴിവുണ്ടായിട്ട് അവൻ അറുക്കാത്തവൻ പള്ളിയിലേക്ക് വരരുത് എന്ന് വെച്ചാൽ പള്ളിയിൽ പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കാൻ വരരുത് എന്ന് അത്രയും ഗൗരവസരത്തിൽ മുത്തു മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നല്ല രീതിയിൽ അത്തരത്തിലുള്ള ആ സൽക്രമം ചെയ്യാൻ കഴിവിന്റെ പരമാവധി ഓരോരുത്തരും മുന്നോട്ട് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ഈ വിശുദ്ധമായ ദിവസങ്ങൾ കൂടുതൽ നന്മകൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. തഖബ്ബലല്ലാഹ്.